ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് പറയുന്നൊന്നും മോള് വിശ്വസിക്കരുത്. അവരാരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആ മുത്തശ്ശിയെ പോലീസുകാർ എന്തിനാ പിടിച്ചോണ്ടുപോയേ? ആ മുത്തശ്ശി പറഞ്ഞതുപോലെ പഴങ്ങഞ്ഞിക്കടയിൽ വിഷം കടത്തിയത് അമ്മ പറഞ്ഞിട്ടാണോ? ഹേയ് അല്ല മോളെ, വെറുതെ പറയുന്നതല്ലേ. അത് പിന്നെ അവരോരോന്ന് ചെയ്തതിന് അമ്മയാണോ ഉത്തരവാദി? അവരുടെ കടയിൽ ഭക്ഷ്യവിഷബാധയുണ്ടായി, ഒരാള് മരിച്ചു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ അമ്മ എന്ത് തെറ്റാ ചെയ്തേ? അമ്മയോടുള്ള വിരോധം കൊണ്ട് അവര് മോളോട് ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാ. മോൾ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ. അമ്മയുടെ പൊന്നു മോളല്ലേ, അമ്മ പറയുന്നൊന്ന് വിശ്വസിക്കേ. അപ്പൊ സത്യങ്ങൾ എന്ന് പറഞ്ഞതോ അവരെ ചതിച്ചെന്ന് സത്യാണോ? സത്യങ്ങളും അമ്മയും തമ്മിൽ എന്താ ബന്ധം? അതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടില്ല. പിന്നീട് അമ്മ ഇതൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ഒരു കാര്യം അമ്മ പറയാം, അമ്മയുടെ ജീവിതത്തിൽ ഒരു മോശം കാലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് കടുപ്പത്തിൽ പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്റെ മോള് മനസ്സിലാക്കണം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ജീവിക്കുന്നത് എന്റെ മോക്ക് വേണ്ടി മാത്രമാ. ഇല്ല, അമ്മ പറയുന്നൊക്കെ കള്ളവാ. എനിക്ക് അമ്മയെ കാണുമ്പോ പേടിയാ. മോളെ മോളെ ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവമേ? ശത്രുക്കളെല്ലാം കൂടി ഒരുമിച്ച് കയറി വന്ന് എന്റെ മോളുടെ മനസ്സിൽ തീ കോരിയിട്ടിട്ടാണല്ലോ പോയത്. മോളെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഉടനെ എന്തേലും ചെയ്തേ പറ്റൂ. എന്തായാലും ഇതൊരു നല്ല അവസരം. ശിശിരയും രാജീവിനെയും കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ. ഈ തക്കത്തിന് എങ്ങനെയെങ്കിലും സമൃദ്ധിയെ ഗോകുലിന്റെ മുറിയിലാക്കണം. അമ്മ എന്തൊന്നും പറയാത്തെ? ഞാനിപ്പോ ഇതിൽ എന്തു പറയാനാ മോളെ? വേണമെങ്കിൽ ഇപ്പൊ അവരുടെ മുറി ചെന്ന് ഒരു വലിയ ബഹളം ഉണ്ടാക്കാം. അവരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാം. പക്ഷേ എന്തൊക്കെയായാലും ഇന്നവരുടെ ആദ്യരാത്രിയല്ലേ. മാത്രല്ല സമയം ഇത്ര ആവുകയും ചെയ്തു. മോള് ദയം ഉറങ്ങിത്തുടങ്ങി. ശിശിരിച്ചയുടെ റൂമിൽ പോയി കിടക്കാന്ന് വെച്ചാ അവിടെ ആകെ വൃത്തിയുടെ കിടക്കുക. ഒന്നും വൃത്തിയാക്കിയിട്ട് പോലും ഇല്ല. അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ? ഒന്നിനൊരു വൃത്തിയും വെടിപ്പുമില്ല. കഴുകാത്ത തുണികളാ ആ മുറി നിറയെ കിടക്കുന്നത്. നിനക്കും മോൾക്കും ആ മുറി പറ്റത്തില്ല. അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു. അമ്മേ കേട്ടില്ലേ, കുഞ്ഞിന് ഉറക്കം വരികയാണെന്ന്. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്തായാലും ഇന്നിനി ആ മുറിയിന്ന് അവരിറങ്ങി പോകത്തില്ല. നാളെ ഞാൻ അവരെ എങ്ങനെയെങ്കിലും ആ മുറിന്ന് ഇറക്കിത്തരാം. തൽക്കാലത്തേക്ക് ഇന്ന് ഗൗരിമോളെയും കൂട്ടി നീ ഗോകുലിന്റെ മുറിയിൽ പോയി കിടക്ക്. ഗോകുലിന്റെ മുറിയിലോ? അതിനെന്താ, അവൻ നിന്റെ ഭർത്താവല്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അമ്മയും മോളും അവന്റെ മുറിയിലല്ലേ കിടക്കണ്ടേ? മോളെ, ഇന്ന് രാത്രി മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അല്ല, രാജീവ് വന്നോ? ഇല്ലെന്നാ തോന്നുന്നേ. ഞാനൊന്ന് ശിശിരയെ കാണട്ടെ.